നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം. എല്ലാം താഴെ അറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ന്യൂസ് ഉണ്ട് ഇതിനെക്കുറിച്ച് ഇന്ന്. ഗോൾഡ് ഫ്ലാറ്റ് പക്ഷേ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. നമ്മളെ സ്ഥലങ്ങളിൽ അത് സ്റ്റഡി ചെയ്യാൻ നിൽക്കുന്നു. അതുകൊണ്ട് നിൽക്കുന്നു എന്നാൽ വലിയവർ പറഞ്ഞതുപോലെ ദുബായേനെ സെഞ്ചുറി നോക്കി ചെന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് കാരണം. 95.20 95 ക്രോസ് ആയിട്ടുണ്ട്. ഇന്നലെ ക്ലോസിംഗ് ലോ ആണ് 94.84. ഇന്ന് നിങ്ങളെ ഡോളറിനെ എടുത്ത് കമ്പ്യൂട്ടർ എഞ്ചിനീയർ വിൽക്കുവാണെങ്കിൽ 95 താഴെ ചെല്ലും. എത്രയും ദിവസം പിടിച്ചു നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. പല നാളിട്ട പൂട്ട് ഒരു ദിവസം പൊട്ടും. അത് കാരണം സെഞ്ചുറി തീർച്ചയായിട്ട് വരും. 125 ലക്ഷ്യം. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. സെഞ്ചുറി തീർച്ചയായിട്ടും എത്തും. 125 ലക്ഷ്യം. ഇപ്പോൾ രൂപ താഴെ ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ ആ താഴെ ഇറങ്ങിയതിൻ്റെ കാരണം സ്വർണത്തിൻ്റെ വില രക്ഷപ്പെട്ടു. കച്ച എന്ന ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ തന്നെ 120 നെരുങ്ങിയിരിക്കുന്നു. നോക്കുമ്പോൾ സ്പോട്ടിൽ 130. കാരണം ഇന്ത്യക്ക് എന്താകും, ഹൈദരാബാദിൽ ചില ബങ്കുകളിൽ ഡീസലൊക്കെ ഷോർട്ടേജ് എന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞായിരുന്നു. 2 മണി നേരം വെയിറ്റിംഗ് ലിസ്റ്റ്. 2000 രൂപയ്ക്ക് മുകളിൽ ഡീസൽ ഇടുന്നില്ല. എന്താണ് ആകാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് നോക്കാം. അത് ഒരു ബങ്കായിരിക്കാം, 1-2 ഏരിയയിലിരിക്കാം. നമുക്ക് ന്യൂസ് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തത് ഓയിൽ പോയെങ്കിൽ അമേരിക്കയിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നു എന്തായാലും നോക്കാം, സമ്മതിക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലോക്കൽ കണ്ടിന്യൂസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുവരയ്ക്കും ഭാഗവത $25 ബില്യൺ വരയ്ക്കും ചെലവ് ചെയ്തിരിക്കുന്നു മാസത്തിന്. ഇതാണ് ആദ്യത്തെ ന്യൂസ്. ഇതിൽ ഫാറാങ്കലിനെ ഇടുന്ന പോലെയാണ് മാർക്കറ്റിനെ താഴെ ഇട്ടിരിക്കുന്നത്. ദിവസം കയറ്റിയതുപോലെ കയറ്റിയതിന് ദിവസത്തിൽ അടിച്ച് താഴെ 23,900 താഴെ ചെന്നിരുന്നു. 23,850 ഞാൻ കണ്ടായിരുന്നു. കയറ്റി കയറിയെങ്കിൽ തിരികെ ഇടും. ദിവസമൊക്കെ ബാഡാ തന്നെ ഇരിക്കുന്നു. ഏണിങ്സ് ഇല്ല. ഇത് കാരണം മാർക്കറ്റ് പതിയെ ഇറങ്ങും. ഇന്നലെ ITC ഗുപ്പിന്ന് കയറിയായിരുന്നു. എന്തുകൊണ്ട് കയറി എന്ന് നോക്കിയാൽ റമ്മിൻ്റെ വിലയൊക്കെ കയറ്റാൻ പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റമ്മിൻ്റെ വില ITC കയറ്റിയാൽ എന്താകും? അതായത് ചൈനയിലിരുന്ന് സ്മഗ്ലിംഗ് ഇമ്പ്രൂവ് ആകും. നമ്മൾ ചൈനയ്ക്ക് കടൻപ്പെട്ടിരിക്കുന്നു. ചൈനയ്ക്ക് എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുന്നു. കാരണം ചൈന സിഗരറ്റ് ഇന്ത്യയിൽ വിൽക്കാൻ ഈ ഗവൺമെൻറ് ഒരു ചാൻസ് കൊടുത്തിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ടീ കടയിൽ ചെന്ന് നോക്കാം. സിഗരറ്റ് ചോദിക്കാം, ITC ചോദിക്കാം, ST ചോദിക്കാം, ലളിത് മോഡിയുടെ ബ്രാൻഡ് ചോദിക്കാം, ഇത്മോരി ബ്രാൻഡ്, DST ബ്രാൻഡ്, DC ബ്രാൻഡിനെ ചോദിക്കാം. ചൈന സിഗരറ്റാണ് വിലയും ചോദിക്കാം. ചീപ്പായിരിക്കുന്നു നോക്കാം. പഠിക്കുന്നവർ എവിടെ മാറിപ്പോകും എന്ന് നോക്കാം. ഇതിൽ വഴി എന്താകുമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. ഇവ ITC ഷെയർ കയറി, സന്തോഷം. ഇത് ITC കുറിച്ച് വന്ന ന്യൂസാണ്. നമ്മൾ വരിയായിട്ട് അടുത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കേണ്ടി വരാം. ഇന്നൊരു നല്ല ന്യൂസിനെയും കൂടെ ഞാൻ ആദ്യമേ പറയാം. കണക്കിട്ടതുപോലെ ഗൂഗിൾ തന്നെ ഇപ്പോൾ ഇരിക്കുന്ന റേസിൻ ഫസ്റ്റിൽ ഇരിക്കുന്നു എന്നതിന് ന്യൂസ് അറിയിച്ചിട്ടുണ്ട്. എയിൽ മോണിറ്റൈസിംഗ് ലീഡ് വന്ന് ഗൂഗിൾ എടുത്തതുപോലെ അറിഞ്ഞ് 51% ഗൂഗിളിൻ്റെ പ്രോഫിറ്റ് കയറിയിരിക്കുന്നു. ഗൂഗിളിൻ്റെ ക്ലൗഡ് സെയിൽസ് കയറിയിരിക്കുന്നു. $375 വരയ്ക്കും അവർ ഷെയറിൻ്റെ വില ഏറിയിരിക്കുന്നു. നമ്മൾ മറക്കരുത്, 120.90 നമ്മൾ കൺസിഡർ ചെയ്തായിരുന്നു. നമ്മളതിനെ കൺസിഡർ ചെയ്തപ്പോൾ 75 80 രൂപ വരയ്ക്കും രൂപയുടെ വാല്യൂ ഉണ്ടായിരുന്നു. രൂപ 95. $1 20 അമ്മയാർ തന്നിരിക്കുന്നു. ആ വീക്കെൻഡ് കാരണം ഡോളർ സ്ട്രെങ്തൻ ആയി 20 രൂപ തന്നിരിക്കുന്നു. അല്ലാതെ ഒരു $175 സുന്ദർ പിച്ചൈ തന്നിരിക്കുന്നു. $175 ഒരു 50 ഷെയർ ഇട്ടിരുന്ന എന്താകുമെന്ന് നിങ്ങൾക്കറിയാം. രൂപയിൽ എന്താണ് ഡീലിംഗ്? നമ്മൾ ഇട്ട കാശിനും ഒരു 20 രൂപ കിട്ടും. ഇത് കാരണം തന്നെ അമേരിക്കൻ ഇക്വിറ്റി നിങ്ങൾ നോക്കണം എന്ന കാര്യത്തിന് നിങ്ങളെടുത്ത് പറഞ്ഞത്. കാര്യത്തിനെ കുറിച്ച് കണ്ടുപിടിച്ച FDI ഒരു വർഷം ഫുള്ള് എന്തെടുത്തോ 4 മാസത്തിൽ തന്നെ എടുത്ത് 1,80,000 കോടിന് വെളിയിൽ എടുത്തോണ്ട് താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ നാട്ടിന് ഇന്ത്യക്ക് കൊടുക്കുന്ന കടൻ, അതായത് ഡോളറിൽ കൊടുക്കുന്ന കടൻ തന്നെ 25% വിളിന്നിരിക്കുന്നു. ഇത് കാരണം കടനെ തിരികെ കൊടുക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് എന്ത് അഡ്വാൻറ്റേജ് എന്നാൽ വിളിന്നു ഡോളറിൽ തിരികെ കിട്ടണമെങ്കിൽ പ്രിൻസിപ്പൽ തന്നെ കയറും, അടിയും കയറും, പ്രിൻസിപ്പലും കയറും വേണ്ട എന്ന് പറയുന്നു. ഒരു കാര്യം, ഇങ്ങനെ രൂപ വിളുന്നുകൊണ്ടേ ഇരിക്കുന്നു. ഫെർട്ടിലൈസർ സബ്സിഡി വരെ കയറുന്നു. കാരണം രൂപയുടെ വാല്യൂ ഇന്നും വീഴും. അതിന് കാരണം എന്താണ് റിസ്ക് എടുക്കണം എന്നും ഇരിക്കുന്നു. കാരണം എന്താകുമെന്ന് വെച്ചാൽ നമുക്ക് അകത്ത് വരുന്ന ഡോളർ കുറയും, രൂപയുടെ മുകളിൽ പ്രഷർ കയറും, ചെറിയ ഒരു ചാൻസ് കൊടുക്കും. ഫെഡറൽ റിസർവിൽ ഇന്നലെ ഒരേ അടി തരുന്ന പ്രശ്നമാണ്. 8 പേർ ഫോർ, 4 പേർ എഗെയിൻസ്റ്റ്.
വോട്ടിട്ട് ടിക്കറ്റില്ല 3.5 to 3.75 തന്നെ ഇരിക്കും പറഞ്ഞ് തീർത്തിരിക്കുന്നു. ഇപ്പോൾ 1992 ശേഷം മോസ്റ്റ് ഡിസൈസീവ് ഫ്ലഡ് റാൽ റേറ്റ് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. 4 ഈസിംഗ് ബയസ് ഇരിക്കണമെന്ന് പറയരുത്, സ്ട്രെങ്തനിങ് പറഞ്ഞ് വോട്ടിട്ടു. ശരിയായ പോട്ടിയാണിത്. വാശ് വരുവാണെങ്കിൽ ഫൈറ്റ് വളരെ നന്നായിട്ടിരിക്കും. സമയം ജെറോം പോലെങ്കിൽ റിസൈൻ ചെയ്യൂല, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് ഇന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തിരികെ കയറാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം നമുക്കിന്ന് നല്ല ന്യൂസാണ്. ട്രസ്റ്റിൽ ന്യൂൽ ടാറ്റ എന്ത് പറയുന്നു എന്നാൽ 19,000 കോടിയാണ് നഷ്ടം എയർ ഇന്ത്യയിലും അടുത്ത് പിന്നെ ഈ ഡിജിറ്റൽ ബിസിനസ്സിൽ നടന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷേ എന്താണ് ലോസായി മാത്രമേ പൊറുപ്പ്? ആൾക്കാരിൽ ആരാണ് ഇതിന് പൊറുപ്പ്? 19,000 കോടി വരാതിരിക്കാൻ എന്താണ് ചെയ്യണം? ക്ലാരിറ്റി കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? ഇങ്ങനും പ്രഷർ ഇരിക്കുമെന്ന് പറയുന്നു. ഒക്കെ ചേർന്ന് എങ്ങനെ റിസോൾവ് ആകും എന്ന് പറയാൻ പറ്റുന്നില്ല. കാത്തിരുന്ന് നോക്കാം. മോട്ടാസ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഒരേ വർഷത്തിൽ 144 പേറ്റന്റ് ഫയൽ ചെയ്തിരിക്കുന്നു. വി ആൻഡ് അതർ കാര്യങ്ങളിലൊക്കെ വന്നിട്ട് ഒരു ഗ്ലോബൽ എക്സ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡായിട്ട് മാറും അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലിരുന്ന് മാസം 10,000 ഇലക്ട്രിക് കാർ വിൽക്കുന്നത് പോലെ ഇരിക്കും. ഡോക്ടർ റെഡ്ഡിക്ക് വന്നിട്ട് കനഡയിൽ ഒളിമ്പിക്കിനെ വിൽക്കാൻ പെർമിഷൻ കിട്ടിയിരിക്കുന്നു. ഫാർമ എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ ഒരു ഇന്റർണൽ ടീം റെഡി ചെയ്തിരിക്കുന്നു. അജയ് ബജാജ് ഫൈനാൻസിന് റിസൈൻ ചെയ്തിരിക്കുന്നു. ജൂലൈ 20 ശേഷം ഡയറക്ടർ ആയിരിക്കത്തില്ല എന്ന് പറയുന്നു. ഉടനെ മാർക്കറ്റിൽ അനിയനും ചേട്ടനും ഒക്കെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമോ എന്ന് ന്യൂസ് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഏതൊരു പ്രശ്നവും ഇല്ല, ആരും വിഷമിക്കേണ്ടത് അതിനെക്കുറിച്ച്. കാര്യം എന്നാൽ ബജാജ് ഫൈനാൻസ് സ്റ്റാർട്ട് ചെയ്തപ്പം എന്തിനു സ്റ്റാർട്ട് ചെയ്തു എന്നാൽ ബജാജ് വണ്ടിക്ക് കടം കൊടുക്കാൻ, പിന്നെ ആട്ടോയ്ക്കും ബൈക്കിന് കടം കൊടുക്കാൻ ആണ് തുടങ്ങിയത്. ഇത് ഓട്ടോ ബൈക്കിനൊക്കെ കടം കൊടുത്ത് വലിയ കമ്പനിയായി, അത് ജനറലായിട്ട് ലോൺ കൊടുക്കുന്ന കമ്പനി ആയിട്ട് മാറി. ഇപ്പോൾ ഒരു വിശ്വരൂപം എടുത്തിരിക്കുന്നു. ഫൈനാൻസ് അത് ഇത് ഇട്ട് ഇപ്പോൾ ഒരു വലിയ കമ്പനി ആയിട്ട് മാറി. ഇപ്പം ബജാജ് ആട്ടോയ്ക്ക് ലോൺ ഒരുപാട് ഇപ്പം കൊടുക്കാൻ പറ്റുന്നില്ല. അമ്മ ഒരു എന്ത് ചെയ്തു എന്നാൽ ബജാജ് ആട്ടോ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് മെഷീൻ വാങ്ങിയിരിക്കുന്നു. ഗാർഡ് റെയിൽസ് ഒക്കെ ഇട്ടിരിക്കുന്നു 2 ഗ്രൂപ്പ് കമ്പനിക്ക്. NDFC ഇരിക്കരുത് ഒരു ഗ്രൂപ്പ് കമ്പനിക്ക്. ആ ഗാർഡ് റെയിൽസിൽ ഒരു കണ്ടീഷൻ കോമൺ ഡയറക്ടർ ഇരിക്കരുത് എന്ന് ബജാജ് റിസൈൻ ചെയ്യുന്നു. ഇതില്ലാതെ വേറെ ഒരു കാര്യമില്ല. ഷെയർ ഹോൾഡിംഗ് ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഈ ബജാജിന്റെ ലോൺ പോർട്ട്ഫോളിയോ 19,000 കോടി വിൽക്കുന്നതിന് ഈ ബജാജ് ആട്ടോ ക്രെഡിറ്റിന് മാറ്റും. ഇപ്പോൾ ബജാജ് ആട്ടോ ക്രെഡിറ്റ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ കമ്പനിയായിട്ട് ഓടും എന്നതിന് മനസ്സിലാക്കാൻ പറ്റുന്നു. ക്രിയേഷൻ നോട്ട് വെൽത്ത് ഡെസ്ട്രക്ഷന്. അനിൽ അംബാനി മുകേഷ് അംബാനിക്കിടയിൽ ഇരിക്കുന്ന പോലത്തെ ഗുസ്തിയല്ല. കാരണം ഇത് ബജാജ് അതിനാൽ ഷെയർ ഹോൾഡേഴ്സും ഒക്കെ നല്ല ന്യൂസാണിത്. ബജാജ് ഫൈനാൻസിൻ്റെ പ്രോഫിറ്റ് 23% കയറിയിരിക്കുന്നു. വേൾഡ് ഗ്രോത്തും സൂപ്പറായിട്ടിരിക്കുന്നു. അവർ സന്തോഷമായിട്ടിരിക്കുന്നു. ഹോൾഡേഴ്സും നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡ് ഒരുപാട് ആൾക്കാർ വാങ്ങിയിരിക്കുന്നു. പബ്ലിക് സെക്ടർ ബാങ്ക് ഒരുപാട് വാങ്ങിയതായിട്ട് പറയുന്നു. പബ്ലിക് സെക്ടർ ബാങ്കിൽ വന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കും. വാട്ട് വൈസ് മാൻ ഡു ഫസ്റ്റ് ടു ലാസ്റ്റ് പറയും. ഈ ബുദ്ധിയുള്ളവർ ആദ്യം ചെയ്യുന്ന കാര്യങ്ങൾ ഈ മണ്ടന്മാരൊക്കെ അവസാനം ചെയ്യും എന്നാണ് പറയുന്നു. ഇതിൽ ഞാൻ അതിൽ ചേർക്കത്തില്ല. SBI വന്നിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ പാർട്ണർഷിപ്പിൽ തന്നെ ക്രെഡിറ്റ് കാർഡിനെ ചെയ്തു. പബ്ലിക് സെക്ടർ എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. ആയിട്ട് ലിസ്റ്റ് ആയതിൻ്റെ ശേഷം എവിടെയും ചെന്നില്ല. ഇരിക്കുന്ന ക്രെഡിറ്റ് കാർഡൊക്കെ ഈ പബ്ലിക് സെക്ടർ ബാങ്ക് കൊടുക്കുവാണെങ്കിൽ ലാസ്റ്റ് തന്നെ വരും. അത് കാരണം ഇപ്പോൾ വന്ന് കാർ കൊടുത്ത IT-കാർക്കൊക്കെ ജോലി പോയി. ഇഷയിലായിട്ട് പോയ 30 മാസത്തിൽ ഇന്ത്യൻ 4 കമ്പനീസിൽ 85,000 പേർക്ക് ഇഷയിലായിട്ട് ജോലി പോയായിരുന്നു. കാരണം ഈ ക്രെഡിറ്റ് കാർഡ് ഹൗസിംഗ് ലോണൊക്കെ പ്രോബ്ലം ആകും. ഫെഡറൽ ബാങ്ക് എന്ത് ചെയ്യുന്നു എന്നാൽ നോൺ ഫോക്കസിനെ കുറയ്ക്കുന്നു. ഇത് തന്നെ ചുറ്റും കയറിയിരിക്കുന്നു. ഇൻട്രസ്റ്റ് മാർജിനും കയറിയിരിക്കുന്നു. ഇപ്പോൾ എന്ത് പറയുന്നു എന്നാൽ ഒരുപാട് ആൾക്കാർ ഹൗസിംഗ് ലോണിൽ കുറയ്ക്കാനാണ് നോക്കുന്നു. ഓസിസിന് ഒരു വലിയ കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട്. $500 million മുകളിലായിരിക്കും. അമേരിക്കൻ ബാങ്ക് ആയിരിക്കുമെന്നാണ് എല്ലാവരും സ്പെക്കുലേറ്റ് ചെയ്യുന്നത്. പട്ടത്തിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള ന്യൂസ് അറിയാൻ പറ്റും. ഒരാളായിട്ട് മാർക്കറ്റ് കറക്റ്റായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളടുത്ത് പട്ടാസ് ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നോക്കി ആവശ്യമുള്ളതിൻ്റെ പട്ടാസ് ലിസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്യാം. നിങ്ങൾ അപ്പോൾ നോക്കണം. വേദാന്തയുടെ സ്പെഷ്യൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അന്നേരം സ്പെഷ്യൽ ട്രെയിനിങ് എന്തെന്ന് വെച്ചാൽ ഇപ്പം 4 കമ്പനി ഡിമേർജ് ആകുന്നു. ഉന്നിൽ ലിസ്റ്റാകുമെന്ന് പറയുന്നു. കാരണം അയാളെ കടം കുറയുന്ന എന്നതാണ് നമ്മൾ നോക്കണം.
ഇത് താഴെയാണ് ഇരിക്കുന്നു. ഇതിൻ്റെ യഥാർത്ഥമല്ല, ഇത് വെറും ട്രെയിലറാണ്. ഈ ഫുൾ മൂവിയും ഇനി തന്നെ കാണാൻ പറ്റും. നിങ്ങൾ ഇപ്പോൾ നോക്കിയിരുന്നാൽ മാത്രം മതി. വെപ്രാളപ്പെട്ട് എല്ലാത്തിനെയും ഇപ്പോൾ എടുക്കണ്ട. രണ്ടെന്ന് എടുത്താൽ മാത്രം മതി. ഇന്നും ഒരുപാട് ദൂരമുണ്ട് പോകാൻ. കയറണം, പദമടിക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ക്ഷമയോടെ നിങ്ങൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഒരു കൊല്ലം നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വെപ്രാളം ഒന്നും പെടണ്ട. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കും. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനമുണ്ടാകും. നന്ദി, നമസ്കാരം. അപ്പോൾ ചിമ്മയ്ക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.